ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തെ LDC ഇന്നലെ കഴിഞ്ഞു. അപ്പം ഒരൊറ്റ നോട്ടത്തിൽ ആദ്യം നോക്കുമ്പോൾ നല്ല എളുപ്പമാണെന്ന് തോന്നുകയും പിന്നീട് അല്ലെ ഒന്നുകൂടെ നോക്കുമ്പോൾ പുറത്ത് നോക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒന്നുകൂടെ നോക്കുമ്പോൾ നല്ല ടഫാണെന്ന് തോന്നുകയും കുറച്ച് ഓരോ ചോദ്യങ്ങളുടെയും ഓപ്ഷനുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി തോന്നുകയും ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നലത്തെ എന്നുള്ള പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിൽ ഒരുപക്ഷെ എന്ത് ചെയ്യില്ല, പലർക്കും എളുപ്പമായി തോന്നില്ല. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ഫസ്റ്റ് കാഴ്ചയിൽ വളരെ എളുപ്പമായിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തോന്നുക. പിന്നീട് ആ ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല ടഫായിട്ട് തോന്നും. പക്ഷെ നമ്മൾ എന്താണ്, ഞാൻ നിങ്ങൾക്ക് ലോജിക്കൽ കറക്കി കുത്തൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അപ്പൊ അത്തരം ആ ഒരു ആസെപ്റ്റ്, ആ ഒരു കണ്ണിലൂടെ, ആ ഒരു അപ്രോച്ചിലൂടെ നോക്കുന്ന സമയത്ത് പല ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയില്ലെങ്കിൽ പോലും അല്ലെ, അതിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അറിയില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താനും പറ്റും. ആ രീതിയിലുള്ള ഒരു ചോദ്യ പേപ്പർ ആയിരുന്നു ഇന്നലത്തെ പരീക്ഷയുടെ എന്ന് പറയുന്നത്. പിന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോ നമുക്കറിയാം, ഇങ്ങനെയുള്ള പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ 20 മാർക്കിനുണ്ടെന്ന് പറയെങ്കിൽ പോലും അവിടെ 20 മാർക്കിന് കടന്നു വരാറില്ല. കാരണം അതൊരു 14-15 ഒക്കെ ആയിട്ട് ഒതുങ്ങും. കാരണം പല വിഷയ മേഖലകളിലും സബ്ജക്ട് വൈസ് കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ ഓരോ സബ്ജക്റ്റിലുള്ള കറണ്ട് അഫയേഴ്സിന് വരെ അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ സാധാ ചോദ്യങ്ങൾ തന്നെ വരികയും അങ്ങനെ കറണ്ട് അഫയേഴ്സിന്റെ മൊത്തം എണ്ണം 20 വരാത്തൊരു അവസ്ഥയും ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഈ ഒരു എക്സാമിൽ ഏകദേശം 19 കറണ്ട് അഫയേഴ്സ് വന്നു. വേണമെങ്കിൽ 20ലേക്ക് എത്തിക്കാതെ, പക്ഷെ 19 എടുത്താനേ പറ്റുള്ളൂ. ഓരോ ഏരിയയിൽ നിന്ന് വന്ന കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ മൊത്തം 19 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നു. പിന്നെ മിഠായി ആരോഗ്യക്ഷേമ പ്രവർത്തനമാണ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. അവിടെ 6 ചോദ്യങ്ങളാണ് വേണ്ടത്, പക്ഷേ 8 ചോദ്യങ്ങളുണ്ട്. അതിൽ 7 ചോദ്യം സബ്ജക്റ്റും 1 കറണ്ട് അഫയേഴ്സുമായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ്. മിഠായി ഏകദേശം 2018 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ള ടോപ്പിക് എന്നുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ ഒരു കാര്യമുണ്ട്, എല്ലാ കൊല്ലവും ഇതിങ്ങനെ ഡിസ്കസ് ചെയ്യുക, എല്ലാ കാലഘട്ടത്തിലും ഡിസ്കസ് ചെയ്യപ്പെടുമല്ലോ. അപ്പൊ അതിനെന്ത് വേണം, കറണ്ട് അഫയേഴ്സിലും പെടുത്താം, അല്ലാതെയും പെടുത്താം എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ 20 ക്വസ്റ്റ്യൻ എന്ന് പറയാം. അതല്ല എങ്കിൽ കൃത്യമായിട്ട് 19 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിന് വന്നു എന്നുള്ളതാണ്. അത് ഓരോ സബ്ജക്റ്റിലും, അതായത് ഏരിയയിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ വീതമായിട്ട് തന്നെയാണ് കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ വിഷയ മേഖല എടുത്തിട്ട് ഒരു കൃത്യമായ അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാവുന്ന ഒരു കട്ട് ഓഫും കാര്യങ്ങളൊക്കെ പറയാം. എന്നും ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങളോടും പറയുന്നു. ഇത് ശരിയാകുന്നതിന്റെ പേരിൽ ഞാൻ പൂച്ചെണ്ടുകളോ പൂമാലകളോ നിങ്ങളൊന്നും ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് തെറ്റുന്ന സമയത്ത് നിന്നുള്ള കല്ലേറുകൾ എന്നെ ബാധിക്കുകയില്ല. ഇത് എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെങ്കിൽ എൻട്രിയോട് ചോദിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യ ഏരിയയിലേക്ക് കടക്കാം. ചരിത്രത്തില് കേരള ചരിത്രത്തിൽ ഒരു ചോദ്യം മാത്രമാണ് വന്നത്. അതേസമയം ഇന്ത്യ ചരിത്രം 3 ചോദ്യം, ലോക ചരിത്രം 2 ചോദ്യം. ഇങ്ങനെ ആണ് 6 മാർക്കിന് ഇവിടുന്ന് വന്നത്. അതായത് 5+1 ഒരു മാർക്ക്, കറണ്ട് അഫയേഴ്സ് അടക്കം 6 മാർക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വെയിറ്റേജ് വന്നത്. ആ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാലോ, 7 വിഷയങ്ങൾക്ക് 5 വീതം 35 മാർക്ക്, ഒരു വിഷയം ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം 6 മാർക്ക്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ 3 മാർക്ക് വീതം. ഇങ്ങനെയാണ് നിങ്ങളുടെ GKയുടെ മാർക്ക് 50 വരുന്നത് അല്ലെ. അപ്പൊ അവിടെ 20 മാർക്ക് കറണ്ട് അഫയേഴ്സും അതൊക്കെ ചേർന്നുകൊണ്ട്, അപ്പൊ ഇവിടെ ചരിത്രത്തിൽ 5+1 6 മാർക്ക് വന്നതിൽ 1 മാർക്കിന് മാത്രമാണ് എവിടെ വന്നിട്ടുള്ളത്, കേരളമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതേസമയം 3 മാർക്കിനുള്ള ചോദ്യങ്ങൾ എവിടെ വന്നിട്ടുണ്ട്, ഇന്ത്യ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ദെൻ ലോക ചരിത്രം എത്ര മാർക്കിനും 2 മാർക്കിനുമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 6 മാർക്കിന് ഇവിടെ വന്ന ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. 2 ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു ക്വസ്റ്റ്യൻസ് എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് പെടുത്താം. ഇവിടെ വന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യം എന്ന് പറയുന്നത്, കറണ്ട് അഫയേഴ്സ് ചിലപ്പോൾ ചില ആളുകൾ കാണില്ല. കാരണം സംഘടനകൾ, അന്താരാഷ്ട്ര സംഘടനകളായിട്ട് ബന്ധപ്പെട്ട് നാറ്റോയെ കുറിച്ച് ചോദിച്ച ചോദ്യം എന്താണ്, അത് കറണ്ട് അഫയേഴ്സോടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യം. അതിൽ അവസാനത്തെ 2 പോയിന്റുകൾ കാലിക പ്രാധാന്യമുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ള പോയിന്റുകളാണ്. തെറ്റോ ശരിയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ എന്താണ്, കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. അങ്ങനെ 6 മാർക്കിനാണ് ഇവിടുന്ന് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. കേരളത്തില് നിങ്ങൾക്ക് 5 സ്റ്റാർ ടോപ്പിക്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ തന്നിരിക്കുന്നത് നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ആ നവോത്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ചേർത്തുകൊണ്ടുള്ള ചോദ്യമാണ് കേരളമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. ദെൻ ലോകത്തില് ആദ്യം 5 സ്റ്റാർ ടോപ്പിക്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അന്താരാഷ്ട്ര സംഘടന. ബാക്കിയുള്ള ടോപ്പിക്കിന്റെ ഒക്കെ മുന്നേ ആദ്യം എഴുതി തന്നിരിക്കുന്നതൊക്കെ അന്താരാഷ്ട്ര സംഘടനകളെ കുറിച്ചാണ്. ഇവിടെ വന്നിരിക്കുന്ന ലോകമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നതിൽ 1 അന്താരാഷ്ട്ര സംഘടനകളാണ്. ഒരു ചോദ്യം എന്ത് ചെയ്തു, എല്ലാ വിപ്ലവങ്ങളും കൂടെ ചേർത്തുകൊണ്ട്, ഓരോ വിപ്ലവങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളെ ചേർത്തുകൊണ്ടുള്ള ഒരു ചോദ്യം വന്നു. ഇന്ത്യ ചരിത്രവും നമ്മൾ ബ്ലൂ പ്രിന്റിൽ ആദ്യം പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ, അല്ലെ, ഗാന്ധിജി ഉൾപ്പെടുന്ന ചോദ്യം ഉണ്ടാവും. അത് കാലഗണന ചോദ്യം തന്നെ ആയിരിക്കും എന്ന് എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ബ്ലൂ പ്രിന്റ് കൃത്യമായി നോക്കിപ്പോയവർക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവസാന കാലഘട്ടത്തിൽ ആ ഒരു ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തിട്ട് അതിൽ 5 സ്റ്റാർ 4 സ്റ്റാർ എന്ന് ക്രമപ്പെടുത്തി തന്ന പ്രകാരം ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ എന്നുള്ള രീതിയിൽ പഠിച്ചു പോയ ആളുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പം ഈ രീതിയിലാണ് ഇവിടുത്തെ ഒരു സ്ഥിതി.
ദെൻ ഭൂമിശാസ്ത്രവും ഇതേപോലെ തന്നെ 5+1 5 മാർക്കും 1 മാർക്ക് കറണ്ട് അഫേഴ്സും അങ്ങനെ 6 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വന്നത്. അടുത്ത ഘട്ടക്കാർക്ക് ഇത് പ്രത്യേകം ഒരു ദിശാസൂചകമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ വിശകലനവും. അത് ഉപയോഗിച്ച് അതനുസരിച്ച് പഠിക്കുക. ബ്ലൂ പ്രിന്റ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാം. എൻ്റെ കയ്യിൽ ബ്ലൂ പ്രിന്റ് ക്ലാസ്സുകൾ പ്രത്യേകമായിട്ട് ഫോൾഡർ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ആ ക്ലാസ്സുകൾ അവസാന കാലഘട്ടത്തിൽ എടുത്ത് എത്രയോ ആളുകളുടെ സന്ദേശങ്ങൾ മെസ്സേജുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ലാസ്റ്റ് ടൈമിൽ അല്ലെ അവർ എന്താണ് വെറും 2-3 ആഴ്ച കൊണ്ട് തന്നെ ആ ഒരു ബ്ലൂ പ്രിന്റ് മാത്രം പഠിച്ചു പോയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഭൂമിശാസ്ത്രത്തില് കേരളം 1 മാർക്കിന് വന്നു. ദെൻ ഇന്ത്യ 1 മാർക്കിന്. അതേസമയം പൊതുഭൂമിശാസ്ത്രമാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ വന്നത്. 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ എവിടെ നിന്ന് കടന്നു? പൊതുഭൂമിശാസ്ത്രത്തിൽ നിന്ന് കടന്നു വന്നു. അതാണ് അവിടുത്തെ പ്രത്യേകത. ഒരു ചോദ്യം കറണ്ട് അഫേഴ്സ്. ഇവിടെ വന്ന കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് അറിയാം എന്താണ്? പരിസ്ഥിതി സമ്മേളനം അല്ലെ 2024 പരിസ്ഥിതി സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അത് ഇവിടെയും വന്നു, എവിടെയും വന്നു? യെസ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. ബയോളജിയിലെ കറണ്ട് അഫേഴ്സ് ആയിട്ടും വന്നു, ഭൂമിശാസ്ത്രത്തിലെ കറണ്ട് അഫേഴ്സ് ആയിട്ടും വന്നു. അങ്ങനെ രണ്ടിടത്തിൽ നിന്ന് ഇട്ടപ്പോൾ ആണ് അത് കൂടിച്ചേർന്ന് 2 ആയിട്ട് മാറിയത്. അതായത് ഒരു ചോദ്യം തന്നെ 2 തവണ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇവിടെയുള്ള മൊത്തം ചോദ്യങ്ങൾ 6 ചോദ്യങ്ങൾ. അതിൽ 2 ചോദ്യങ്ങൾ വളരെ ഈസി ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ടഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു അബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു 3ഓളം ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയുടെ അവസാനവും നിങ്ങളെ പറഞ്ഞു വിടുന്ന സമയത്ത് പറഞ്ഞാണ് എ കോഡിൽ ആളുകൾ ഉറപ്പായിട്ടും എത്രയോ കാലമായിട്ട് PSC അങ്ങനെയാണ് ചോദിക്കുന്നത്. അതായത് എ കോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളുടെ കുത്തൊഴുക്ക് ആദ്യം ഉണ്ടാവും. എത്ര പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് കണ്ട് പേടിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അവിടെ ഒക്കെ ഉണ്ടാവും. ആ ഒരു പേടി ഇല്ലാതിരിക്കുക എന്നുള്ള മാത്രമാണ്. അവിടെ ടെൻഷൻ അടിക്കാതിരിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ റൗണ്ട് ചെയ്ത് പറഞ്ഞല്ലേ നമ്മള് തലേ ദിവസവും പറഞ്ഞാണ് നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് വെക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏറ്റവും അടിയില്ല, ഒന്നാമത് അറിയില്ല, ഒറ്റ വരയിട്ട് വെക്കുക. എന്നിട്ട് അവസാനത്തെ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ടുവരിക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിട്ട ഭാഗങ്ങളിൽ നിന്ന് ഒരു 10-15 മാർക്ക് നേടിയെടുക്കണം. അങ്ങനെയുള്ള ആളുകളാണ് ആദ്യ റാങ്കുകളിലേക്ക് പോകുക എന്നുള്ളത്. ഞാൻ എന്ന് യൂട്യൂബിൽ വന്നോ, റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനലായിട്ട് യൂട്യൂബിൽ വന്നോ അന്ന് മുതൽ നിങ്ങളോട് അങ്ങോട്ട് പറയുന്നതാണ് അല്ലെ. ആ അവസാനത്തെ 15 മിനിറ്റ് ലോജിക്കൽ കറക്കിക്കുത്ത് നടത്താനൊക്കെ അങ്ങനെ ഇഷ്ടംപോലെ മാർക്കുകൾ കൊയ്തെടുക്കാൻ പറ്റുന്നു. അങ്ങനെ മാർക്കുകൾ കൊയ്തെടുക്കുന്നവരാണ് എന്നും ആദ്യ റാങ്കുകളിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ആ ഒരു യൂട്യൂബിൽ നമ്മൾ ഈ ഒരു പരിശീലനമായിട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരും ഉദ്യോഗാർത്ഥികളോട് പറയുന്നത് അറിയുന്ന മാത്രം എഴുതുക എന്നുള്ളതാണ് അല്ലെ. അല്ലാത്തൊക്കെ വിട്ടിട്ടിങ്ങ് പോരുക, ഭാഗ്യമുണ്ടെ കിട്ടും. ആ ഒരു കൺസെപ്റ്റ് മാറ്റിമറിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ അത്ര വീഡിയോകളൊക്കെ ചെയ്തത് അല്ലെ. ലോജിക്കൽ കറക്കിക്കുത്ത് വീഡിയോകൾ തന്നെ 2-3 തവണ പല വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവിടെ ഇഷ്ടംപോലെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നോക്കിയേ, നിങ്ങൾ ഭൂമിശാസ്ത്രത്തിന്റെ സ്ഥിതി ഇതാണ്. ഇനി അടുത്തേതാണ്? സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം ഇവിടെ 5 മാർക്ക് പറഞ്ഞതിൽ 5ഉം 2 മാർക്ക് കറണ്ട് അഫേഴ്സും എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു അല്ലെ. റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമുണ്ട്, കറണ്ട് അഫേഴ്സ് ചോദ്യം എന്നുള്ള രീതി. അതേപോലെ വിളകളായിട്ട് കാർഷിക വിളകൾ എന്നുള്ള ടോപ്പിക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ, ഇവിടെയും ഉണ്ട്, ജീവശാസ്ത്രത്തിലുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് കാർഷിക വിളകൾ. അവിടെ അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞ ഓർമ്മയില്ലേ? 10ാം ക്ലാസ്സിൽ 8ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക ഭൂമിശാസ്ത്രം പഠിക്കുമ്പോ അവിടെയുള്ള വിളകളെ കുറിച്ച് പഠിക്കുമ്പോ ഓരോ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്ന കാലഘട്ടത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് അതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഓരോന്നും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ചെയ്തവർക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള 7 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഈസിയാണ്, ഒരു ക്വസ്റ്റ്യൻ ആവറേജ് ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കാം നമുക്ക്. ബാക്കി 5 ക്വസ്റ്റ്യൻസ് അത്യാവശ്യം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്താണ് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സാമ്പത്തിക ശാസ്ത്രമാണ് മൊത്തത്തിൽ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ വലച്ചിട്ടുണ്ടാവുക. എക്കണോമിക്സ് പഠിച്ചവരെ സംബന്ധിച്ച് ഓക്കെ. അതേസമയം പൊതുവെ ഉദ്യോഗാർത്ഥികളെ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവുക ഇവിടെ നിന്ന് വന്നിട്ടുള്ള ഈ 7 ചോദ്യങ്ങളുള്ള 5ഓളം ചോദ്യങ്ങളാണ്. അത്യാവശ്യം അബോ ആവറേജും ടഫ് എന്നുള്ള ലെവലിലേക്ക് വരെ എത്താവുന്ന രീതിയിലുള്ള നല്ല ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. നമ്മൾ 5 സ്റ്റാർ ടോപ്പിക്ക് തന്നെയാണ് ചോദ്യങ്ങൾ. നീതി ആയോഗ് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അത് അവരുടെ പുതിയ പദ്ധതികൾ എന്നുള്ള രീതിയിലുള്ള, പുതിയ നല്ല തുടങ്ങിയ മുതൽ ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിലുള്ള പദ്ധതികൾ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ചോദ്യങ്ങൾ മാറ്റി അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. പക്ഷെ കുറച്ചുകൂടെ ഹയർ ലെവലിൽ നിന്ന് വന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ദെൻ ഭരണഘടന ഇതേപോലെ 5 മാർക്കും അവിടെ നിന്ന് 2 മാർക്ക് കറണ്ട് അഫേഴ്സ് ചോദ്യം എന്നുള്ള രീതിയിലും. ഓക്കെ, അങ്ങനെ 7 മാർക്കിന്റെ ചോദ്യമാണ് അവിടെ വന്നത്. ആ 7 മാർക്കിന്റെ ചോദ്യം, ഒരു ചോദ്യം വളരെ ഈസിയാണ്, 2 ചോദ്യം ആവറേജ് ആണ്, ഒരു 4 ചോദ്യം അത്യാവശ്യം നിലവാരമുള്ള ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഒരു അബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു 4ഓളം ചോദ്യങ്ങൾ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. അതായത് എക്കണോമിക്സ് കഴിഞ്ഞാൽ കുറച്ചൊരു ടഫ് ഏരിയ ആയിരുന്നു ഏത്, ഭരണഘടന എന്ന് പറയുന്നത്. പിന്നെ കേരള ഭരണ സംവിധാനത്തിന്റെ കാര്യമാണ്. ഇവിടെയും ഇതേപോലെ 5 മാർക്കാണ്, അവിടെ 2 മാർക്കിന് കറണ്ട് അഫേഴ്സും അടക്കാം. അങ്ങനെ എത്ര മാർക്ക്? 7 മാർക്കിന് വന്നതിൽ 2 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പം, ആവറേജ് ക്വസ്റ്റ്യൻസ് 2, ദെൻ അബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള രീതിയിൽ പെടുത്താവുന്ന 3ഓളം ചോദ്യങ്ങൾ അതിലുണ്ടായിരുന്നു കേരള ഭരണ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട്. ഒറ്റ നോട്ടത്തിൽ എന്താണ്
നമുക്ക് ടഫാണ്. പക്ഷെ ഒന്നുകൂടെ അതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതൊരു എബോ ആവറേജ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിയവർ എത്ര പേരുണ്ടാവും എന്നുള്ളതാണ്. കാരണം ഈ 1.5 മണിക്കൂറിനുള്ളിൽ ആകെ ടെൻഷൻ അടിച്ച് പോകുന്ന ആളുകൾ എത്ര നമ്മൾ പറഞ്ഞാൽ പോലും പരീക്ഷയുടെ മുമ്പേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരിക. അത് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് കണ്ടിട്ട് പേടിക്കരുത് എന്നുള്ളത് തലേന്നുള്ള ഗോൾഡ് ബാച്ചിന്റെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളോടൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇതാണ് സ്ഥിതി. ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്കാണ് ഇവിടെ സിലബസിലുള്ളത്. പക്ഷെ 7 മാർക്കിനുള്ള ചോദ്യം വന്നു, പ്ലസ് ഒരു കറണ്ട് അഫേഴ്സും ആ രീതിയിൽ എന്ന് നമുക്കിത് പെടുത്താം. അല്ലെങ്കിൽ 6+2 എന്നും പെടുത്താം. പക്ഷേ ആ ഒരു ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളിലുള്ള ചോദ്യം കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പെടുത്താൻ പറ്റും. ദെൻ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു 3 സയൻസ് പൊതുവെ കാര്യമായൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്താണ് അത്യാവശ്യം ഈസി ചോദ്യങ്ങൾ 3 ഉണ്ടായിരുന്നു. ആവറേജ് ക്വസ്റ്റ്യൻസ് 2 ഉണ്ടായിരുന്നു. ദെൻ അത്യാവശ്യം ഒരു എബോ ആവറേജ് കാറ്റഗറി എന്ന് പെടുത്താവുന്ന രീതിയിലുള്ള ഒരു 3 ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ദെൻ ഫിസിക്സിന്റെ കാര്യത്തിൽ 3+2 അല്ലെ, ഈസി ചോദ്യങ്ങൾ 2 ചോദ്യം, ആവറേജ് 2 ക്വസ്റ്റ്യൻസ്, എബോ ആവറേജ് പെടുത്താവുന്ന ചോദ്യം ഒരൊറ്റ ചോദ്യം, ആ രീതിയിൽ നമുക്ക് പെടുത്താം. അങ്ങനെയാണ് ഇവിടെ 2 ചോദ്യങ്ങൾ അവിടെയും കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ വന്നു. അങ്ങനെ കൃത്യമായിട്ട് സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് തന്നെ വന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇതുവരെ കുറെ കാലമായിട്ട് ആ രീതി വരാറുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ഒരു 10-15 മാർക്കിനെ കറണ്ട് അഫേഴ്സ് വരാറുള്ളൂ. ഇപ്പോൾ അല്ലെ, എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ 20 കിട്ടുന്നത്. കാരണം എന്താ, മറ്റ് ഹിസ്റ്ററി കറണ്ട് അഫേഴ്സ് അങ്ങനെ ചോദിക്കാതെ അവർ ആ ഏരിയ വിടും. അവിടെ എന്ത് ചെയ്യും, 1-2 ചോദ്യങ്ങൾ അധികം അങ്ങോട്ട് കയറ്റും. ജോഗ്രഫി കറണ്ട് അഫേഴ്സ് ചോദിക്കാതെ അധികം വിടും, 1-2 ചോദ്യം അധികം അങ്ങോട്ട് കയറ്റും. അങ്ങനെ ചില ഏരിയകൾ അങ്ങനെ അധികം ചോദ്യങ്ങൾ കയറ്റി വരികയും ചില ഏരിയകൾ മാത്രം കറണ്ട് അഫേഴ്സ് വരുന്നത് കൊണ്ടായിരുന്നു അങ്ങനെ ഒരു 14-15 ഒതുങ്ങാറുള്ളത്. പക്ഷെ ഇവിടെ അത് കൃത്യമായിട്ട് പാലിച്ചു എന്നുള്ളത് കൊണ്ട് അടുത്ത എല്ലാ ഘട്ട പരീക്ഷയിൽ 20 വരണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലാവാം, ചിലപ്പോൾ ഇങ്ങനെയാവാം. എന്തായാലും നമ്മൾ സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് പഠിക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് 28 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നന്നായിട്ട് ആ ഒരു സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച ആളുകൾക്ക് എത്രയോ ചോദ്യങ്ങൾ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു ഫൈനൽ റിവിഷൻ എന്നുള്ള രീതിയിൽ അതിനെ കണ്ടവർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് മഹമ മിസ്സും അർച്ചന മിസ്സും നമ്മുടെ സാറും കൂടെ ചേർന്നുകൊണ്ട് അവർ 3 പേരും കൂടെ ചേർന്നുകൊണ്ട് അതിന്റെ PDF നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വളരെയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം. ഈ ഒരു ഏരിയ 5 മാർക്കാണ്. അവിടെ 2 മാർക്ക് കറണ്ട് അഫേഴ്സും. അങ്ങനെ 7 മാർക്കിന് അവിടെ വന്നു. അതിൽ 3 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു. ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2 എബോ ആവറേജ് എന്നുള്ള രീതിയിൽ പെടുത്താവുന്ന, ടഫ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന 2 ചോദ്യങ്ങളും അതിലുണ്ടായിരുന്നു. അതാണ് അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ 3 മാർക്കിനാണ്. അവിടെ 3ന്റെ കൂടെ 2 മാർക്ക് കറണ്ട് അഫേഴ്സ് കൂടെ വന്നു, 5 മാർക്ക്. കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഡീപ് ഫേക്ക് ഇപ്പൊ അധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അതൊരു കറണ്ട് അഫേഴ്സ് ചോദ്യമായിട്ട് കണക്കാക്കണം. അതേപോലെ തന്നെ മെറ്റ അല്ലെ, മെറ്റ 2021 ആ മെറ്റയായിട്ട് അല്ലെ, മദർ കമ്പനി മെറ്റയായിട്ട് മാറുന്നത്. എങ്കിൽ പോലും സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു 3-4 വർഷം മുമ്പ് വരെയുള്ളതും കറണ്ട് അഫേഴ്സ് ആണ്. അതാണ് അങ്ങനെയുള്ള ഒരു കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെയും മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന കമ്പനിയുമാണ്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, 2 ആവറേജ് ആണ്. ദെൻ എബോ ആവറേജ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പെടുത്താവുന്ന ഒരൊറ്റ ചോദ്യം. അതാണ് കമ്പ്യൂട്ടറിന്റെ കാര്യം. ദെൻ സുപ്രധാന നിയമങ്ങൾ 5 മാർക്കും അവിടെ 2 മാർക്ക് കറണ്ട് അഫേഴ്സും ചോദിച്ചു. 7 മാർക്കിനാണ് അവിടെ വന്നത്. 3 ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിരുന്നു, 2 ക്വസ്റ്റ്യൻസ് ആവറേജ് ആണ്. ദെൻ എബോ ആവറേജ് ആൻഡ് ടഫ് എന്നുള്ള രീതിയിൽ പെടുത്താവുന്ന 2 ചോദ്യങ്ങൾ അവിടെയുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ആ രീതിയിലാണ് ഇവിടുത്തെ 7 മാർക്കിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ 5 ടോപ്പിക്കാണ്, അതുകൊണ്ട് എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദ്യം വരുമെന്നും അല്ലെ, ആ മൊഡ്യൂള് പ്രത്യേകം നോക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളോട്. എന്താ, ആ നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ട് അവിടെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ അവിടെ കിടക്കും. കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും അവിടെ പറഞ്ഞിരിക്കുന്ന ആ കമ്മീഷനുകൾ, അതിന്റെ അധ്യക്ഷന്മാര് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും കറണ്ട് അഫേഴ്സ് വരും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അതൊക്കെ തന്നെയാണ് അവിടെയും കറണ്ട് അഫേഴ്സ് വന്നത്. 2 ചോദ്യം തന്നെ അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് സുപ്രധാന നിയമങ്ങളുടെ കാര്യം. മാത്സ് ഒരു എന്താണ് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സിൽ അങ്ങനെ കടുപ്പിക്കുന്ന ഏരിയകളൊന്നും ചോദ്യങ്ങളിലായിരുന്നു, കടുപ്പിക്കുന്ന ചോദ്യങ്ങളും ഇല്ലായിരുന്നു. ഉദ്യോഗാർത്ഥികളൊക്കെ പേടിക്കുന്ന ഏരിയകളാണ് പ്രോഗ്രഷൻ, ജാമിതി അല്ലെ, കൃത്യംഗങ്ങൾ, അങ്ങനെയുള്ള ഏരിയകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പമുള്ള ഏരിയകൾ എന്നായിരുന്നു ചോദ്യങ്ങൾ. അവിടെ 4 ചോദ്യങ്ങൾ വളരെ ഈസിയാണ്. ഒരു ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന 4 ചോദ്യങ്ങൾ, എബോ ആവറേജ് പെടുത്താവുന്ന 2 ചോദ്യങ്ങൾ. അല്ലാതെ ടഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന 2 ചോദ്യങ്ങൾ. ദെൻ ഇംഗ്ലീഷ് വളരെ എളുപ്പമായിട്ട് മാറിയ ഒരു പരീക്ഷയാണ്. സമീപകാലത്ത് ഏറ്റവും എളുപ്പമായിട്ട് ഇംഗ്ലീഷിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. ആ 10 മാർക്ക് വളരെ എളുപ്പം. അതായത്
ഫുൾ പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു. എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ കേട്ട് തഴമ്പിച്ച ചോദ്യങ്ങൾ തന്നെയായിരുന്നു പൂർണ്ണമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷും മലയാളവും പ്രീവിയസിന് നല്ല പ്രാധാന്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ള എപ്പോഴും പറയുന്നതാണ് നമ്മൾ. അതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് ഫുൾ പ്രീവിയസ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായി മാറി. 6 മാർക്ക് ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒരു 4 മാർക്ക് ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഒരൊറ്റ ടഫ് ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. ദെൻ മലയാളം ഇംഗ്ലീഷിന്റെ അത്ര ഇല്ലെങ്കിൽ പോലും മലയാളവും ഒരു എളുപ്പമുള്ള ഏരിയ തന്നെയായി മാറി. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു 4, ആവറേജ് ക്വസ്റ്റ്യൻസ് 4, 2 ക്വസ്റ്റ്യൻസ് ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഒരു ഈസി ക്വസ്റ്റ്യൻസ് ഒരു 36ഓളം ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായി മാറി. ഒരു 32ഓളം ചോദ്യങ്ങൾ ഒരു ആവറേജ് കാറ്റഗറിയിൽ വന്നു. ദെൻ 32 ചോദ്യങ്ങൾ ഒരു എബോ ആവറേജ് കാറ്റഗറിയിൽ വന്നു. അപ്പോൾ ഒരു സമതുലിതമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത് എന്ന് നമുക്ക് പറയാം. വളരെ ഈസി ആയ ചോദ്യങ്ങളും കുറെ ഉണ്ട്, ആവറേജ് ക്വസ്റ്റ്യൻസും ഉണ്ട്, എബോ ആവറേജ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു ടഫ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സമതുലിതമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ ഒരു ചോദ്യം 2 തവണ ആവർത്തിച്ചത്, 1-2 സ്ഥലത്തുള്ള മൺസൂർ എന്നുള്ളിടത്തിൽ മൺസൂർ എന്ന് കൊടുത്തത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മാത്രം, 1-2 അക്ഷര തെറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രശ്നങ്ങളായിട്ടുണ്ടാവുന്നത്. പിന്നെ 1-2 ചോദ്യങ്ങളിലുള്ള ചില ഇഷ്യൂസും അല്ലെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യിക്കാവുന്ന രീതിയിലുള്ള 1-2 ചോദ്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ചില മാറ്റങ്ങളൊക്കെ വന്നു. ഞാൻ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ 20 രീതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയൊരു രീതി കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിത്രീകരണം വെച്ചുള്ള ചോദ്യം 21 രീതികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പുതിയതായിട്ട് കുറച്ച് രീതികൾ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ പുതിയ കുറച്ച് പരീക്ഷണങ്ങൾ കൂടെ PSC കൊണ്ടുവന്നു. അതല്ലാതെ ഇനി വരാൻ പോകുന്നത് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര എണ്ണം ശരി എന്നുള്ള മോഡലാണ്. ആ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. 20 പാറ്റേൺ PSC ക്വസ്റ്റ്യൻസ് സുജേഷ് പുറക്കാടുന്നോ എൻട്രി ആപ്പിനോ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. അതിന്റെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്, അതായത് ഇനി വരാൻ പോകുന്ന രീതികൾ ഇങ്ങനെയാണൊക്കെ ഉള്ളത്. അപ്പൊ ആ രീതിയിലേക്ക് ഇനി അത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. എത്ര എണ്ണം ശരി, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. കറക്കി കുത്തല്ലേ, നമ്മുടെ ലോജിക്കൽ കറക്കി കുത്തൊന്നും അവിടെ നടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്കും ചോദ്യങ്ങൾ മാറും. അപ്പൊ ഇവിടെ ഒരു ഏകദേശം നമുക്ക് ഈ 36 മാർക്ക് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു അത്യാവശ്യം ഒരു 10ാം ക്ലാസ് ആണല്ലോ യോഗ്യത. അപ്പം 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു നല്ല ആവറേജ് ഉദ്യോഗാർത്ഥി നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അയാൾക്ക് ഈ 36 ഈ 32 നേടാൻ പറ്റും. അതായത് 68 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു മിടുക്കനായ ഉദ്യോഗാർത്ഥിക്ക് 68 അതിന് മുകളിലും സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്നുള്ളതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അപ്പൊ ഞാനൊരു ആവറേജ് ഉദ്യോഗാർത്ഥി അല്ലേ, അല്ലെങ്കിൽ ആവറേജ് കഴിവുള്ള മിടുക്കനായ ഉദ്യോഗാർത്ഥി അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. ആണ്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ ടെൻഷൻ കൊണ്ട് സംഭവിച്ചാണ് നിങ്ങൾക്ക് ഈ 68 സ്കോർ ചെയ്യാൻ പറ്റാത്തത്. അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈ 68 മാർക്കൊക്കെ സുന്ദരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വിശകലനമാണ്. അത് പരീക്ഷ ഹാളിലാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 68 സ്കോർ ചെയ്യാൻ പറ്റില്ല. ആ തിരിച്ചറിവ് എന്നാണ് ഞാൻ പറയുന്നത് എന്ത് കട്ട് ഓഫ് ഒരു 55 to 61 എന്നുള്ള റേഞ്ചിലേക്ക്. അതായത് ഇതിൽ കുറച്ചുകൂടെ താഴേക്ക് വരും. അതായത് ഈ മാർക്കൊക്കെ എന്താണ് അത്യാവശ്യം നല്ല മാർക്കാണ്. അതിന് മുകളിലോട്ടുള്ള മാർക്കുകളൊക്കെ എന്താണ് നല്ല മാർക്കാണ്, അത്യാവശ്യം നല്ല ജോലി കിട്ടുന്ന, ജോലി ഉറപ്പിക്കാവുന്ന മാർക്കുകൾ തന്നെയാണ്. അപ്പൊ അതിൽ 55 to 61 ഇതിനിടയിലാവാനാണ് സാധ്യത. ഈ 61ലേക്ക് എത്താൻ ഞാൻ കാരണം എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്നത്, അതായത് ഈ ഒരു ലിസ്റ്റ് വരുന്നു, ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു, ഇതിന്റെ നിയമനങ്ങൾ തുടങ്ങുന്നു. ആ ഒരു കാലഘട്ടത്തിലായിരിക്കും അടുത്ത ഇലക്ഷനും കാര്യങ്ങളും വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് ഗവൺമെന്റും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ PSC നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള വേവലാതികൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അത് ഉറപ്പായിട്ടും അവരെ ബാധിക്കും. അതുകൊണ്ട് തന്നെ PSC ലിസ്റ്റുകൾ ഇനി അങ്ങോട്ടേക്കുള്ള ലിസ്റ്റുകൾ ചെറിയൊരു ചുരുങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ഒരു കട്ട് ഓഫ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെയല്ല, സാധാരണ വരുന്ന പോലെയുള്ള അതേ അളവിൽ തന്നെയുള്ള റാങ്ക് ലിസ്റ്റുകൾ വരട്ടെ എന്നും കട്ട് ഓഫ് കുറച്ച് കുറയട്ടെ എന്നും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കൂടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട്, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട്, ഇനി അടുത്ത പരീക്ഷകൾക്ക് ബ്ലൂ പ്രിന്റ് റിവിഷൻ നന്നായി നടത്തുക. എൻട്രിയിൽ ബ്ലൂ പ്രിന്റ് റിവിഷൻ ക്ലാസ്സുകൾ കണ്ടവർക്ക് വളരെയധികം ഗുണമായിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആ ബ്ലൂ പ്രിന്റ് റിവിഷൻ നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ആ റാങ്ക് ലിസ്റ്റുകളിൽ നല്ല റാങ്ക് കൈവരിക്കാൻ പറ്റുന്ന ഒരു ലെവലുള്ള പരീക്ഷയായിരുന്നു. ഇനിയുള്ള ഘട്ടങ്ങളിലും ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അപ്പൊ അത് ഉപയോഗിച്ച് നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പൊ മാർക്ക് കുറഞ്ഞവരാരും പേടിക്കേണ്ട. ഈ ഞാൻ പറഞ്ഞതിലും കട്ട് ഓഫ് മാർക്ക് കുറയട്ടെ, നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഇപ്പൊ ഉണ്ടാക്കി വെച്ച ലെവൽ ഞാൻ എല്ലാ കട്ട് ഓഫ് വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഞാൻ ഈ പറഞ്ഞ കട്ട് ഓഫിലും താഴെയാണെന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഈ ഒരു ശ്രമം കൊണ്ട്, ഇത്ര കാലത്ത് ഈ ഒരു ശ്രമം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും മാർക്കുകൾ നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇത്രയും മാർക്ക് നേടിയോ ഇല്ലുണ്ടല്ലോ, അപ്പൊ എന്നെ കൊണ്ട് നടക്കൂല, എനിക്ക് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ ഈ ശ്രമം നടത്തിയിട്ട് എനിക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ
ഇപ്പൊ ഉണ്ടാക്കി വെച്ച ഈ ലെവൽ നഷ്ടപ്പെടാതെ കുറച്ചു കാലം കൂടെ ഞാൻ മെനക്കെട്ടാൽ ഇനി എന്റെ മുന്നിലേക്ക് എത്തുന്ന മറ്റ് എക്സാമുകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആദ്യ റാങ്കുകൾ നേടാൻ പറ്റും എന്നുള്ള ബോധ്യമാണ് ഒരു യഥാർത്ഥ PSC ആസ്പിരന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഒറ്റ തവണ ശ്രമിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, എനിക്കിത് പറ്റൂല അതുകൊണ്ട് ഞാൻ ഇന്ത്യ പഠിക്കുന്ന പോലെ കുറ്റം പറയട്ടെ, കുറെ കമന്റ് അല്ലെ, നെഗറ്റീവ് കമന്റ് ഈ വീഡിയോയിൽ ഒട്ടി ചേർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നടക്കുകയല്ല വേണ്ടത്. അടുത്ത പരീക്ഷയിലെങ്കിലും നേടാനുള്ള ശ്രമം നടത്തുക. അങ്ങനെയാണ് എല്ലാവരും നേടുന്നത്. കാരണം ഇവിടെ എന്തില്ല, പരാജയങ്ങളില്ല. PSC എന്നല്ല, മത്സര പരീക്ഷകളിൽ എന്തില്ല, പരാജയങ്ങളില്ല. നമുക്ക് അനുഭവങ്ങൾ കൂടുക എന്നുള്ളതേ ഉള്ളൂ. ഓരോ പരാജയങ്ങളിലൂടെയും നമ്മൾ അനുഭവങ്ങൾ കൂട്ടുക എന്നുള്ളതാണ്, നമുക്ക് വന്ന തെറ്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അത് തിരുത്താനുള്ള വഴികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ തെറ്റ് തിരുത്തിപ്പോയവരാണ് എന്നും അടുത്ത പരീക്ഷകളിൽ വിജയം കൈവരിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരാളും എല്ലാ ആളുകളും ആദ്യമായി എഴുതിയ പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടിയിട്ട് ജോലി നേടി വരുന്നല്ല. അങ്ങനെയുള്ളവരുണ്ട്, പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അങ്ങനെ ആയാൽ മാത്രമേ ഉണ്ടെന്നുള്ളൂ. നിങ്ങൾ എത്രാമത്തെ ശ്രമത്തിലാണ് വിജയിച്ചെന്നുള്ളതൊന്നും ഒരാളും ഒരു കാലഘട്ടത്തിൽ ചോദിക്കില്ല. നിങ്ങൾ സർക്കാർ ജോലി കിട്ടിയിട്ട് ഓഫീസിൽ ഒപ്പിടാൻ പോകുന്ന സമയത്ത്, ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ എത്രാമത്തെ ശ്രമമാണ് ഏതെങ്കിലും ഒരാളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആദ്യമായിട്ട് എഴുതിയ പരീക്ഷയാണോ, അല്ലെങ്കിൽ നിങ്ങൾ 10ാമത്തെ എഴുതിയ പരീക്ഷയാണോ, 20ാമത്തെ എഴുതിയ പരീക്ഷയാണോ? ഇതൊന്നും എവിടെയും ആരും കണക്കാക്കുന്നില്ല. നിങ്ങൾ ആ പരീക്ഷയിൽ വിജയിച്ചോ, നിങ്ങൾക്ക് ജോലി കിട്ടിയോ എന്നുള്ള മാത്രമായിരിക്കും അന്തിമ വിശകലനത്തിൽ ഒരാൾ നോക്കുക. അതുകൊണ്ട് ഓരോ പരാജയങ്ങളെയും മുന്നോട്ടുള്ള ചവിട്ടുപടികളാക്കി മുന്നേറുക. എല്ലാവർക്കും വിജയാശംസകൾ. ഇനി വരുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഇവിടെ നല്ല മാർക്ക് വാങ്ങി നേടിയ എൻട്രിയുടെയും അല്ലാതെ വീട്ടിലിരുന്ന് പഠിച്ചിട്ടും നമ്മുടെയൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് പഠിച്ച ആളുകൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ബൈ.